ഗായ്സ്, നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ ട്രോഫിയോ മെഡലോ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ? വൈ? മേ ബി ഈ ഒരു ട്രോഫിയോ മെഡലോ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കുന്നത്. ആൻഡ് ലെറ്റ്സ് ബി സൂപ്പർ പ്രാക്ടിക്കൽ. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ഈ മെഡലും ട്രോഫിയൊക്കെ കളയാൻ റെഡിയാണെങ്കിൽ ഞാൻ ഇതിലും ലുക്കുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങിത്തരാം. കാരണം ഇതൊക്കെ ജസ്റ്റ് എ പീസ് ഓഫ് പ്ലാസ്റ്റിക് ഓർ മെറ്റൽ. പക്ഷെ നിങ്ങളത് കളയാൻ റെഡിയാവോ? ഒരിക്കലുമില്ല. കാരണം എന്താ? നിങ്ങൾ ആ ട്രോഫിയോ മെഡലോ വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടാണ്. അതാണ് ആ ഒരു ട്രോഫി മെഡൽ നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാനുള്ള റീസൺ. ബട്ട് ഇതെന്താണെന്ന് വെച്ചാൽ അവർ ബ്രെയിൻ ഈസ് ടെൻഡ് ടു തിങ്ക് ലൈക്ക് ഓർ ബിലീവ് ലൈക്ക് മോർ എഫേർട്ട് ഈസ് ഈക്വൽ ടു മോർ വാല്യൂ. ആൻഡ് ഈസ് ഇറ്റ് ട്രൂത്ത്? നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ലേറ്റായി കിട്ടിയ ഒരു ട്രെയിനിൽ കയറി നമ്മൾ ഡെസ്റ്റിനേഷനിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കണം. നമ്മൾ ആ ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അറിയാണ് നമ്മൾ കയറിയ ട്രെയിൻ തെറ്റാണ്, അതൊരു റോങ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും, പ്രോപ്പറായിട്ടുള്ള ട്രെയിനിൽ കയറും, ഡെസ്റ്റിനേഷനിൽ പോകും. അല്ലാണ്ട് നമ്മൾ ആരെങ്കിലും പറയുമോ? ഇല്ല, ഒരുപാട് എഫേർട്ട് ഇട്ട് ഞാൻ കയറിയൊരു ട്രെയിനാണ്, ഇത് ഞാൻ ഇറങ്ങത്തില്ല എന്ന് നമ്മൾ ആരും പറയത്തില്ല. കാരണം അതൊരു മണ്ടത്തരമാവും. ബട്ട് വൈ വി ആർ നോട്ട് അപ്ലൈയിങ് ദ എക്സാക്ട് സെയിം തിങ് ഇൻ ടു അവർ ലൈഫ് ഓർ റിലേഷൻഷിപ്പ് ഓർ ജോബ്? കാരണം ആ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ജോബോ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് അച്ചീവ് ചെയ്ത ഒരു കാര്യമായിരിക്കും. അതങ്ങനെ പെട്ടെന്ന് എന്തോ വിട്ടുകളയാൻ നമുക്ക് തോന്നത്തില്ല. കാരണം നമ്മുടെ ബ്രെയിൻ ഈസ് ടെൻഡ് ടു തിങ്ക് ലൈക്ക് മോർ എഫേർട്ട് ഈസ് ഈക്വൽ ടു മോർ വാല്യൂ. ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദാറ്റ് തിങ് ഈസ് നോട്ട് worth the value as it says, leave the train as soon as possible. That is the right thing.